ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡൈനമൈറ്റ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റാർട്ടർ റെസിപ്പി കൂടിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 350 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയ സോസും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ മിക്സ്ഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരഗാനോ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റത്തേക്ക് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഞാനിത് വീട്ടിലുണ്ടാക്കിയെടുത്തത് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പും 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് ഇത്ര വേണമെന്നില്ലെങ്കിൽ നമുക്ക് ഈ മുളക് പൊടിയൊക്കെ ഒഴിവാക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/4 കപ്പ് കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്ലോറിൽ കോട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും, അതുപോലെ ഒട്ടും സമയവും എടുക്കില്ല. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് കുക്കായി വരുന്ന വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒത്തിരി ക്രിസ്പി ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ നല്ലതുപോലെ വെന്ത് വരുമ്പോൾ തന്നെ ഇത് ഏകദേശം പുറം ഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും. കളർ മാറി നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും സോസും കൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സെർവ് ചെയ്യുന്നതിനനുസരിച്ച് സോസും ചിക്കനും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ട് പിന്നീട് സെർവ് ചെയ്യരുത്. സെർവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാത്രം സോസുമായിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ചിക്കൻ പീസും കുറച്ച് സോസും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം. ലെറ്റ്യൂസ് ലീസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് റെസ്റ്റോറൻറ്റിലൊക്കെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ സെർവ് ചെയ്യാണ്. അവസാനം കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.